മരണത്തിന്റെ ആ രാത്രി ശത്രുക്കളെ ഭയന്ന് അവർ സൗർ ഗുഹയിൽ അഭയം തേടി. ഗുഹയ്ക്കുള്ളിലെ മാളങ്ങളിൽ വിഷജീവികൾ ഉണ്ടാകുമെന്ന് ഭയന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ വസ്ത്രം കീറി ആ മാളങ്ങളെല്ലാം അടച്ചു. ഒടുവിൽ ഒരു മാളം മാത്രം ബാക്കിയായി. തന്റെ കൈവശം തുണിയില്ലാത്തതിനാൽ അദ്ദേഹം തന്റെ പെരുവിരൽ ആ മാളത്തിൽ വെച്ച് അടച്ചു പിടിച്ചു. തളർന്നു പോയ പ്രവാചകൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തല വെച്ചുറങ്ങി. പെട്ടെന്നാണ് ആ മാളത്തിനുള്ളിൽ ഉണ്ടായിരുന്ന പാമ്പ് അദ്ദേഹത്തിന്റെ വിരലിൽ ആഞ്ഞു ദംശിച്ചത്. വിഷം ശരീരത്തിലേക്ക് പടർന്നു. വേദന അസഹനീയമായി. പക്ഷേ തന്റെ ഒരു ചെറിയ അനക്കം പ്രിയപ്പെട്ട റസൂലിന്റെ ഉറക്കം കെടുത്തുമോ എന്ന് ഭയന്ന് ആ മഹാൻ കല്ലുപോലെ ഇരുന്നു. വേദന സഹിക്കവയ്യാതെ അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞൊഴുകി. ആ കണ്ണുനീർ തുള്ളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് വീണപ്പോൾ അവിടുന്ന് ഉണർന്നു. അബൂബക്കർ, അങ്ങ് എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ വിറയ്ക്കുന്ന ശബ്ദത്തോടെ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, എന്നെ പാമ്പ് കഴിച്ചു. പക്ഷെ അങ്ങയുടെ ഉറക്കം എനിക്ക് അതിനേക്കാൾ വലുതായിരുന്നു. ഉടൻ തന്നെ കാരുണ്യത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമിനീർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മുറിവേറ്റ ഭാഗത്ത് പുരട്ടി. അള്ളാഹുവിന്റെ അത്ഭുതമെന്നോണം ആ നിമിഷം തന്നെ അദ്ദേഹത്തിന്റെ കഠിനമായ വേദന മാറുകയും മുറിവ് സുഖപ്പെടുകയും ചെയ്തു. തന്റെ അനുചരന്റെ